സംസ്ഥാനത്ത് ബി.ജെ.പി. ഭരിക്കുന്ന രണ്ട് നഗരസഭകളാണുള്ളത്. പന്തളവും അതോടൊപ്പം തന്നെ പാലക്കാടും. കരിമ്പനകളുടെ നാട്ടിൽ ആര് തേര് തെളിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായി കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയുന്നു. കരിമ്പനകളുടെ നാട്ടിൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരും ഇത്തവണ ജയിക്കില്ലെന്ന്. കൽപ്പാത്തിയിൽ തേരു തെളിക്കുന്നത് പോലെയാണ് ഇത്തവണ കോൺഗ്രസ് അതിന്റെ തേര് തെളിച്ച് പാലക്കാട് നഗരസഭയിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ത്യാഗോജ്വലമായ പ്രൗഢോജ്വലമായ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്നത്. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെയും DCC അധ്യക്ഷൻ എ. തങ്കപ്പന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനമുള്ള നഗരസഭ അല്ലെങ്കിൽ ബി.ജെ.പി. ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പിക്കകത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ ഇത്തവണ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുതിർന്ന കൗൺസിലർ N. ശിവരാജൻ അടക്കമുള്ളവർ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ബി.ജെ.പി. കൗൺസിലറായിരുന്ന പ്രിയ അജയൻ പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ ബി.ജെ.പിക്കകത്ത് വലിയ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് നഗരസഭാ ഭരണം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതിനു വേണ്ടി തന്നെ മികച്ച സ്ഥാനാർത്ഥികളെ, ഒന്നിനൊന്നു മെച്ചമുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇത്തവണ മുഴുവൻ ഡിവിഷനുകളിലും രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രൗഢോജ്വലമായ സ്ഥാനാർത്ഥികൾ, ഇടവേളകളില്ലാത്ത പ്രവർത്തനങ്ങൾ, എല്ലാ മേഖലയിലും കോൺഗ്രസ് അതിന്റെ സ്വാധീനം ഉറപ്പിക്കാനുള്ള പ്രവർത്തനമാണ് പാലക്കാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടിന്റെ മുൻ MLA-യും KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റും ഇപ്പോഴത്തെ വടകര MP-യുമായ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രകടനം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം പാലക്കാട്ടേക്ക് പറന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട്ട് എ. തങ്കപ്പനും DCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ വി.കെ. ശ്രീകണ്ഠൻ MP-യും പറമ്പിൽ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബി.ജെ.പിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ, ബി.ജെ.പിയുടെ അഴിമതി നിറഞ്ഞ ഭരണം, ബി.ജെ.പിയുടെ കെടുകാര്യസ്ഥത, ബി.ജെ.പിയുടെ വർഗീയ രാഷ്ട്രീയം, ബി.ജെ.പിയുടെ അക്രമ രാഷ്ട്രീയം, ഇതെല്ലാം പാലക്കാട് നഗരസഭയിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. കൃത്യമായ സംഘടനാ പ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തവണ പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാം. കരിമ്പനകളുടെ നാട്ടിൽ തേര് തെളിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ലെന്ന് ഡിസംബർ 13-ന് തെളിയിക്കുമെന്നാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. മറ്റൊരു ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നഗരസഭയാണ് പന്തളം നഗരസഭ. പന്തളത്തിനൊരു പ്രത്യേകതയുണ്ട്. കലിയുഗവരതനായ അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് പന്തളമെന്നാണ് വിശ്വസിക്കുന്നത്. പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പന്തളം നഗരസഭാ ഭരണം ബി.ജെ.പിയുടെ കരാള ഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. കലിയുഗവരതനായ അയ്യപ്പന്റെ ജന്മഭൂമിയിൽ ഇത്തവണ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പന്തളം നഗരസഭ ബി.ജെ.പിയിൽ നിന്നും തിരിച്ചുപിടിക്കാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും കോൺഗ്രസ് ഏകോപിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. പന്തളത്ത് സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പന്തളത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ബി.ജെ.പിക്കകത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ച് പന്തളം നഗരസഭയുടെ അഴിമതി, പന്തളം നഗരസഭയിലെ കെടുകാര്യസ്ഥത, പന്തളം നഗരസഭയിലെ ദുർഭരണം ഇതെല്ലാം തുറന്നു കാണിച്ച് ഒരേ മനസ്സോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. പന്തളം നഗരസഭയുടെ ഭരണസാന്നിധ്യം കൂടി പിടിച്ചെടുത്ത് ബി.ജെ.പിക്ക് അക്കൗണ്ടുള്ള രണ്ട് നഗരസഭകളും പൂട്ടിക്കുക എന്ന വലിയ ദൗത്യം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. ഈ ദൗത്യത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറച്ച ആത്മവിശ്വാസം.